മനുസ്മൃതി, മനുവാദികൾ എന്നൊക്കെ കാലങ്ങളായി നാം കേൾക്കുന്ന വിഷയങ്ങളാണ്. ഇതേ വിഷയം ഇന്ന് ഇന്ത്യയിലുടനീളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലവും കൂടിയാണ്. എന്നാൽ ആരാണ് മനു എന്ന് പലർക്കും അറിയില്ല. മനുവിനെക്കുറിച്ചും ആ പേര് വിവാദമാകാനുള്ള കാര്യകാരണങ്ങളെക്കുറിച്ചും ഇന്നിവിടെ ഒന്ന് പരിശോധിക്കുകയാണ്. അതുപോലെ തന്നെ മനു നിഷ്കർഷിക്കുന്ന ഹിന്ദു നിയമങ്ങളെയും ആചാരങ്ങളെയും അതിൻ്റെ ഉത്ഭവ പരിണാമ ചരിത്രത്തെയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കൊന്ന് അടുത്തറിയാം. നമസ്കാരം. ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ത്യൻ പുരാണപ്രകാരം ആദ്യ മനുഷ്യനും കുപ്രസിദ്ധമായ ഒരു സംസ്കൃത നിയമ സംഹിതയായ മനുസ്മൃതിയുടെ രചയിതാവുമായാണ് മനു അറിയപ്പെടുന്നത്. ഹൈന്ദവ സാഹിത്യ ഗ്രന്ഥങ്ങളായ വേദങ്ങളിൽ ആദ്യയാഗം നടത്തിയയാളായിട്ടാണ് മനു പ്രത്യക്ഷപ്പെടുന്നത്. മനു ആദ്യത്തെ രാജാവായും അറിയപ്പെടുന്നുണ്ട്. മധ്യകാല ഇന്ത്യയിലെ മിക്ക ഭരണാധികാരികളും അവരുടെ വംശാവലി മനുവിൽ നിന്ന് തുടങ്ങിയതായി വിശ്വസിക്കുന്നവരാണ്. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ മകൻ സൗരരേഖ അല്ലെങ്കിൽ മകൾ ചന്ദ്രരേഖ വഴിയാണ് തുടക്കം എന്നും വിശ്വസിക്കുന്നു. ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ വംശനാശത്തിൽ നിന്ന് ജീവൻ സംരക്ഷിച്ച നോഹയുടെയും ആദ്യ മനുഷ്യനായ ആദാമിൻ്റെയും എബ്രായ ബൈബിൾ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ മനുവിലും നമുക്ക് കാണാൻ കഴിയും. ഒരു മത്സ്യം തനിക്ക് മുന്നറിയിപ്പ് നൽകിയതിനെക്കുറിച്ചും താനൊരു ദയ കാണിച്ചതിനെക്കുറിച്ചും ഒരു വെള്ളപ്പൊക്കം മനുഷ്യരാശിയെ മുഴുവൻ നശിപ്പിക്കുമെന്ന് ശതപഥ ബ്രാഹ്മണത്തിൽ വിവരിക്കുന്നു. അങ്ങനെ മത്സ്യം ഉപദേശിച്ചതുപോലെ അദ്ദേഹം ഒരു വള്ളം നിർമ്മിച്ചു. വെള്ളപ്പൊക്കം വന്നപ്പോൾ ആ വള്ളം മത്സ്യത്തിൻ്റെ കൊമ്പിൽ കെട്ടി സുരക്ഷിതമായി ഒരു മലമുകളിലെ വിശ്രമ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ മനുഷ്യ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയായ മനു വെണ്ണയും പുളിച്ച പാലും വെള്ളത്തിലേക്ക് ബലിയർപ്പിച്ചുകൊണ്ട് ഒരു യാഗം നടത്തി. ഒരു വർഷത്തിന് ശേഷം വെള്ളത്തിൽ നിന്ന് ഒരു സ്ത്രീ ജനിച്ചു. അവൾ മനുവിൻ്റെ മകൾ എന്ന് സ്വയം പ്രഖ്യാപിച്ചു. തുടർന്ന് ഇവർ രണ്ടുപേരും ഭൂമിയെ നിറയ്ക്കാൻ ഒരു പുതിയ മനുഷ്യ വംശത്തെ സൃഷ്ടിച്ച് അവരുടെ പൂർവികരായി. ഭരതരാജ്യവംശത്തിൻ്റെ ഇതിഹാസമായ മഹാഭാരതത്തിൽ മത്സ്യത്തെ ബ്രഹ്മാവായിട്ടും വ്യാഖ്യാനിക്കുന്നു. എന്നാൽ വേറെ ചില പുരാണങ്ങളിൽ അത് വിഷ്ണുവിൻ്റെ അവതാരമായ മത്സ്യമാണ്. ഇതിലൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രളയ കഥ എബ്രായ ബൈബിളിലോ മനുവിൻ്റെ കഥയിലോ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ്. ഒരു പെട്ടകം പണിയുകയും വലിയൊരു വെള്ളപ്പൊക്കത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുകയും ചെയ്ത ഹവായിയൻ പുരാണ കഥാപാത്രമാണ് നുഉ. സുമേറിയൻ വെള്ളപ്പൊക്ക ഇതിഹാസ കഥയിലാണെങ്കിൽ നായകൻ ഒരു സിയു സുദ്രയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ കഥകളൊക്കെ ഏതോ ഒരു ഗോത്രത്തിൽ വാമൊഴിയായി എന്നോ ഉത്ഭവിച്ച് പിൽക്കാലത്ത് അത് ഇവരൊക്കെ കോപ്പി അടിച്ചതാണെന്നാണ്. എന്നിട്ട് ഇവർ ഓരോരോ മതങ്ങളും ഇത് തങ്ങളുടെ സ്വന്തം ചരിത്രമാണ് എന്ന രൂപത്തിലാണ് പ്രചരിപ്പിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ബുദ്ധകഥയിലെ ചണ്ടാള നായകിയിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്ന കഥ ബൈബിളിൽ വന്നതും എങ്ങനെയെന്ന് അന്വേഷിക്കാവുന്നൊരു വിഷയമാണ്. പിൽക്കാല ഹിന്ദുമതത്തിലെ പ്രപഞ്ചശാസ്ത്രപരമായ ചിത്രീകരണങ്ങളിൽ ബ്രഹ്മാവിൻ്റെ ജീവിതത്തിലെ ഒരു ദിവസത്തെ 14 കാലഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇതിനെയാണ് മന്വന്തര എന്ന് വിളിക്കുന്നത്. അവയിൽ ഓരോന്നും 30,67,20,000 വർഷങ്ങൾ നീണ്ടു നിൽക്കും. ഓരോ ദ്വിതീയ ചക്രത്തിലും ലോകം പുനർനിർമ്മിക്കപ്പെടുന്നു. ഇതൊരു തരത്തിലും യുക്തിക്ക് നിരക്കാത്ത കണക്കാണ്. ഒരു പുതിയ മനു അടുത്ത മനുഷ്യവംശത്തിൻ്റെ പിതാവായി കാണപ്പെടുന്നു. ഇപ്പോഴത്തെ യുഗത്തെ 7ാമത്തെ മനുചക്രമായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉത്ഭവിച്ചതും തത്വചിന്ത, വിശ്വാസം എന്നിവയുടെ വൈവിധ്യമാർന്ന നിരവധി ആചാരങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ഒരു പ്രധാന ലോക മതമാണ് ഇന്ന് ഹിന്ദുമതം. 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ബ്രിട്ടീഷ് എഴുത്തുകാർ ഉപയോഗിച്ച ഹിന്ദുമതം എന്ന പേര്
താരതമ്യേന പുതിയതാണെങ്കിലും ഇത് ഗ്രന്ഥങ്ങളുടെയും ആചാരങ്ങളുടെയും സമ്പന്നമായ ഒരു സഞ്ചിത പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നു. അവയിൽ ചിലത് BC 2-ാം സഹസ്രാബ്ദത്തിലേക്കോ ഒരു പക്ഷേ അതിനും മുമ്പെയോ ഉള്ളതാണ്. ചില പണ്ഡിതരുടെ അഭിപ്രായത്തിൽ സിന്ധു നദീതട നാഗരികത ഈ പാരമ്പര്യങ്ങളുടെ ആദ്യകാല ഉറവിടമാണെങ്കിൽ ഹിന്ദുമതം ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന മതമാണ്. എന്നാൽ വസ്തുത ഇത്രയേറെ അനുയായികളോ നിയമസംഹിതകളോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇതിലും പഴക്കമുള്ള കൊച്ചു കൊച്ചു ധാരാളം മതങ്ങൾ ഇന്നത്തെ സംഘടിത മതങ്ങളാൽ നശിച്ചു പോയിട്ടുണ്ട്. സംസ്കൃതത്തിലും പ്രാദേശിക ഭാഷകളിലുമുള്ള ഹിന്ദുയിസത്തിൻ്റെ നിരവധി ഗ്രന്ഥങ്ങൾ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് മതം പ്രചരിപ്പിക്കുന്നതിനുള്ള മീഡിയയുമായി പ്രവർത്തിച്ചു. ആചാരങ്ങളും ദൃശ്യപ്രകടന കലകളും അതിൻ്റെ വ്യാപനത്തിൽ ഒരു പ്രധാന പങ്കും വഹിച്ചിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോകമെമ്പാടുമായി ഏകദേശം 1 ബില്യൺ അനുയായികൾ ഹിന്ദുമതത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏകദേശം 80% മതമായിരുന്നു അത്. ഏകദേശം AD 4-ാം നൂറ്റാണ്ട് മുതൽ തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഹിന്ദുമതത്തിന് ഒരു പ്രബല സാന്നിധ്യമുണ്ടായിരുന്നു. അത് ഏതാണ്ട് 1000-ലധികം വർഷം നീണ്ടു നിന്നു. ഓക്സ്ഫോർഡ് പണ്ഡിതനും ഒരു സംസ്കൃത നിഘണ്ടുവിൻ്റെ രചയിതാവുമായ സർ മോണിയർ വില്യംസിൻ്റെ ഹിന്ദുമതം പോലുള്ള പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണത്തോടെയാണ് ഇന്ത്യക്ക് മാത്രമായി വ്യത്യസ്തമായതും മതപരമായ ആശയങ്ങളുടെയും ആചാരങ്ങളുടെയും ഒരു രൂപകൽപ്പന എന്ന നിലയിലും ഹിന്ദുമതം എന്ന പദം പരിചിതമായത്. തുടക്കത്തിൽ ഇത് ഒരു പുറം നാട്ടുകാരുടെ പദമായിരുന്നു. ഗ്രീക്കുകാരും പേർഷ്യക്കാരും തുടങ്ങി സിന്ധു നദീതടത്തിലേക്കുള്ള ആദ്യകാല യാത്രക്കാർ അതിലെ നിവാസികളെ ഹിന്ദു എന്നാണ് വിളിച്ചിരുന്നത്. ഇതിൻ്റെ കാര്യകാരണങ്ങളെപ്പറ്റി ഇതിന് മുൻപും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും അത് ഇവിടെ ആവർത്തിക്കുന്നില്ല. 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ നിവാസികൾ തന്നെ തുർക്കികളിൽ നിന്ന് സ്വയം വേർതിരിച്ചറിയാൻ ഈ പദം പയ്യെ ഉപയോഗിക്കാൻ തുടങ്ങി. ക്രമേണ ഈ വേർതിരിവ് പ്രധാനമായും വംശീയമോ ഭൂമിശാസ്ത്രപരമോ സാംസ്കാരികമോ ആയതിനേക്കാൾ മതപരമായ ഒരു പദമായി മാറി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഹിന്ദുക്കൾ ഹിന്ദുമതം എന്ന പദത്തോട് പലതരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ചിലർ തദ്ദേശീയ രൂപീകരണങ്ങൾക്ക് അനുകൂലമായി അതിനെ നിരാകരിച്ചു. എന്നാൽ മറ്റു ചിലരാകട്ടെ ഇതിന് വേദമതം എന്ന പേരാണ് തിരഞ്ഞെടുത്തത്. വേദങ്ങൾ എന്നറിയപ്പെടുന്ന പുരാതന മതഗ്രന്ഥങ്ങളെ മാത്രമല്ല, ഒന്നിലധികം ഭാഷകളിലുള്ള അത്തരം കൃതികളുടെ ഒരു ശേഖരത്തെയും ഓർത്തോപ്രാക്സ് ജീവിത രീതിയെയും പരാമർശിക്കാൻ വേദ എന്ന പദം ഉപയോഗിച്ചു. 19-ാം നൂറ്റാണ്ടിൽ പ്രചാരത്തിലായതും പ്രാദേശിക വ്യാഖ്യാനങ്ങളെയും ആചാരങ്ങളെയും മറികടക്കുന്നതായി കരുതപ്പെടുന്ന പാരമ്പര്യത്തിൻ്റെ കാലാതീതമായ ഘടകങ്ങളെ ഊന്നിപ്പറയുന്നതുമായ ഒരു സൂത്രവാക്യമാണ് ശാശ്വത നിയമം എന്നർത്ഥത്തിൽ സനാതനധർമ്മം. ഈ സ്മൃതിയിലെ നീതി നിയമങ്ങളും ധർമാചാരങ്ങളുമാണ് പുരാതന ഭാരതത്തിൽ നിലനിന്നിരുന്ന ആര്യ സമൂഹത്തിൻ്റെയും അതുവഴി അവർ അധിനിവേശം ചെയ്ത ദ്രാവിഡ ദേശങ്ങളിലെ ഹിന്ദുവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെയും നിയമവാഴ്ചയുടെ ആധാരമായി കണക്കാക്കുന്നത്. കേരളത്തിലും ആര്യാധിനിവേശത്തിന് ശേഷം അടുത്ത നൂറ്റാണ്ടുകൾ വരെ മനുസ്മൃതി പിന്തുടർന്നു വന്നിരുന്നു. ശങ്കരാചാര്യരുടെ ശങ്കരസ്മൃതികൾ പ്രചാരത്തിലാവും വരെ മനുസ്മൃതിക്കായിരുന്നു പ്രാധാന്യം. ഇന്നത്തെ ഹിന്ദുത്വവാദികൾ ഹൈന്ദവ നിയമങ്ങൾ മനുസ്മൃതിയുടെ ചുവട് പിടിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ കാലികമായ മാറ്റങ്ങൾ വരികയും ഇന്ത്യൻ ശിക്ഷാ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തതിന് ശേഷം ഇതിൽ പറയുന്ന പല ദുരാചാരങ്ങളും കർമ്മങ്ങളും വിധിന്യായങ്ങളും ശിക്ഷകളുമൊക്കെ ഉപേക്ഷിക്കാൻ അവർ നിർബന്ധിതരായി. നിയമസാധുതയില്ലെങ്കിലും ഇക്കാലത്തും ചിലർ ഇതാചരിക്കാൻ രാഷ്ട്രീയ കാരണങ്ങളാൽ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിലെങ്കിലും ആധുനിക വിദ്യാഭ്യാസമുള്ള ഒരു പുതുതലമുറ അത്ര പെട്ടെന്ന് യുക്തിരഹിതമായ അനാചാരങ്ങൾക്ക് കീഴ്പ്പെടില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം. മനുഷ്യത്വത്തിന് വില കൽപ്പിക്കാത്ത ദുരാചാരത്തിൻ്റെ പ്രചാരകർ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾക്കെതിരെ നമുക്ക് ജാഗ്രതയോടെ ഇരിക്കാം.
അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.